സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ഒഴികെ 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അലക്സ്, ശക്തമായ മഴ 12 ജില്ലകളിൽ എന്നതാണല്ലോ കാലാവസ്ഥാ മുന്നറിയിപ്പ്. എവിടേക്കാണ് ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? ഗോപി, സംസ്ഥാനത്ത് മഴ കനക്കും. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 10 മണിക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരുന്നു. നേരത്തെ 9 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നതെങ്കിൽ അത് പുതുക്കിയിട്ടുണ്ട്. ഇന്ന് 12 ജില്ലകളിൽ മഴ ലഭിക്കും. വ്യാപകമായി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലേർട്ട്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും നൽകുന്നുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. നാളെ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ എല്ലാ ജില്ലകളിലും അതിശക്തമായതോ അതിതീവ്രമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്, ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട് തീരത്ത് രൂപപ്പെട്ട ഒരു ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണമെന്നുള്ളതാണ് പൊതുവായ നിർദ്ദേശം. ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്നാണ്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രത നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് ഗോപി. അത് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർശനമായി അത് പാലിക്കണം മത്സ്യത്തൊഴിലാളികൾ എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് കൂടി സാധ്യത നിലനിൽക്കുന്നുണ്ട് ഗോപി. ശരി അലക്സ്, കണ്ണൂരും കാസർഗോഡും ഒഴികെ കേരളത്തിലെ 12 ജില്ലകളിലും അതിശക്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതാനും ജില്ലകളിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മറ്റു ചില ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കും. തിങ്കളാഴ്ച മുതൽ എല്ലാ ജില്ലകളിലും കേരളത്തിൽ പരക്കെ അതിശക്ത മഴയ്ക്കും ശക്തമായ മഴയ്ക്കുമുള്ള സാധ്യതയുണ്ട് എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അലക്സ് മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.